നമസ്കാരം. നവകേരള സദസ്സ് സമാപനത്തോടടുക്കുകയാണ്. മുഖ്യമന്ത്രി മന്ത്രിമാരെ നയിക്കുന്ന യാത്ര തുടങ്ങിയപ്പോൾ മുതൽ വിവാദങ്ങൾ പിന്നാലെയുണ്ട്. യൂത്ത് കോൺഗ്രസുകാർ കരിങ്കൊടിയുമായി രംഗത്ത് വന്നപ്പോൾ അതിനെ മർദ്ദിച്ചൊതുക്കുകയായിരുന്നു പോലീസും ഡിവൈഎഫ്ഐക്കാരും ചെയ്തത്. മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽകുമാറും യൂത്ത് കോൺഗ്രസുകാരും മർദ്ദിച്ചതോടെ രംഗം കൂടുതൽ വഷളായി. ഇപ്പോഴത്തെ നിലയിൽ നവകേരള യാത്രയ്ക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധം നടത്തുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അടിച്ചൊതുക്കുന്നത് പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്. കായംകുളത്ത് അംഗപരിമിതനായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ പോലീസിന്റെ സാന്നിധ്യത്തിൽ ഡിവൈഎഫ്ഐക്കാർ ആക്രമിച്ചതിലും മുഖ്യമന്ത്രിയുടെ ഗൺമാൻ യൂത്ത് കോൺഗ്രസുകാരെ അടിച്ചതിലും പ്രതിഷേധം ശക്തമാക്കാനാണ് തീരുമാനം. നവകേരള സദസ്സിന്റെ സമാപന ദിവസം DGP ഓഫീസിലേക്ക് മാർച്ച് നടത്തും. KPCC പ്രസിഡന്റ് K സുധാകരൻ മാർച്ച് നയിക്കും. MLA മാരും MP മാരും പ്രതിഷേധ മാർച്ചിൽ പങ്കെടുക്കും. നവകേരള യാത്രയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെയുള്ള മർദ്ദനത്തിൽ സംസ്ഥാന നേതൃത്വത്തിനെതിരെ K മുരളീധരൻ MP രംഗത്ത് വന്നിരുന്നു. പ്രസ്താവനയുടെ മൂർച്ച ആക്ഷനിലില്ല. രാഷ്ട്രീയകാര്യ സമിതിയിൽ ഇക്കാര്യം ചർച്ച ചെയ്യും. ജീവൻ രക്ഷാ പ്രവർത്തനം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തണം. ഇതിന് പാർട്ടിയുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം മുഖ്യമന്ത്രിയുടെ സുരക്ഷയ്ക്കായി മാത്രം നിയോഗിച്ചിട്ടുള്ള ഗൺമാൻ വഴിയിലിറങ്ങി നീളമുള്ള ദണ്ടുകൊണ്ട് പ്രതിഷേധക്കാരെ മർദ്ദിച്ചത് ഉടനടി സസ്പെൻഷൻ ലഭിക്കാവുന്ന കുറ്റമാണെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അതേസമയം രാഷ്ട്രീയമായി തന്നെ മുഖ്യമന്ത്രി അനിൽകുമാറിനെ പിന്തുണയ്ക്കാൻ രംഗത്ത് വന്നതോടെ ഉന്നത ഉദ്യോഗസ്ഥർക്കെല്ലാം മിണ്ടാട്ടം മുട്ടി. തന്റെ ഗൺമാൻ അനിൽകുമാർ ആരെയും മർദ്ദിക്കുന്നത് താൻ കണ്ടിട്ടില്ലെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിച്ചത്. ഇതോടെ നടപടിയെടുക്കേണ്ട ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും കണ്ണടച്ചിരുട്ടൊക്കെയാണ്. കഴിഞ്ഞ ശനിയാഴ്ച ആലപ്പുഴയിൽ നവകേരള ബസ്സിന് നേരെ മുദ്രാവാക്യം വിളിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയാണ് റോഡിൽ ചാടിയിറങ്ങി ദണ്ടുകൊണ്ട് അനിൽകുമാർ ക്രൂരമായി മർദ്ദിച്ചത്. ഇത് താൻ കണ്ടില്ലെന്ന് ആദ്യ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ അടുത്ത ദിവസം ആ ചിത്രവും വീഡിയോ ദൃശ്യങ്ങളും മുഖ്യമന്ത്രിക്ക് കാണാനായി മാധ്യമങ്ങൾ വീണ്ടും നൽകി. എന്നിട്ടും അത് കണ്ടില്ലെന്ന് പറഞ്ഞ് ഗൺമാനെ സംരക്ഷിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത്. മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസറാണ് അനിൽകുമാർ. അവർക്ക് ലാത്തിയില്ല, പിസ്റ്റൾ മാത്രമാണ് കയ്യിലെ ആയുധം. എപ്പോഴും മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടാകണം. ക്രമസമാധാന ചുമതല നോക്കുന്നത് ഇവരുടെ ജോലിയല്ല. ഇവിടെ മുഖ്യമന്ത്രിയുടെ വാഹനം പോയി കഴിഞ്ഞാണ് പിന്നിലെ വാഹനത്തിൽ ഒളിപ്പിച്ചിരുന്ന ദണ്ടെടുത്ത് അനിൽ പ്രതിഷേധക്കാരെ മർദ്ദിച്ചത്. മുഖ്യമന്ത്രിയുടെ സുരക്ഷ കൈവിട്ട് തെരുവിൽ ചാടിയിറങ്ങി അധികാരമില്ലാത്ത പണി ചെയ്തതിന് അനിലിനെ കൈയോടെ സസ്പെൻഡ് ചെയ്യേണ്ടതാണെന്ന് ഉന്നത ഉദ്യോഗസ്ഥർ പറയുന്നു. എന്നാൽ സംരക്ഷണവും ന്യായീകരണവുമായി മുഖ്യമന്ത്രി രംഗത്തുള്ളതിനാൽ ഔദ്യോഗിക കൃത്യനിർവഹണത്തിലെ ഗുരുതര വീഴ്ചയുടെ പേരിൽ അനിലിനെതിരെ നടപടിയെടുക്കാൻ കഴിയാത്ത സ്ഥിതിയിലായി പോലീസ്. ഇടുക്കിയിൽ മാധ്യമ ഫോട്ടോഗ്രാഫറെ കഴുത്തിന് പിടിച്ച് തള്ളിയത് ഇതേ PSO ആയിരുന്നു. ആലപ്പുഴയിൽ മർദ്ദനമേറ്റ KSU യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ പരാതിയിൽ പോലീസ് കേസെടുക്കാത്തതിനെതിരെ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി. പരിക്കേറ്റ KSU ജില്ലാ പ്രസിഡന്റ് AD തോമസ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അജയ് ജുവൽ കുര്യാക്കോസ് എന്നിവരാണ് പരാതി നൽകിയത്. കൊല്ലത്ത് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിന് പഴുതടച്ച സുരക്ഷയൊരുക്കുമ്പോൾ തിരുവനന്തപുരത്തെ പോലീസ് സ്റ്റേഷനുകളിൽ ആവശ്യത്തിന് പോലും ആളുകളില്ലാത്ത അവസ്ഥയുമുണ്ട്. തിരുവനന്തപുരത്തെ മിക്ക പോലീസ് സ്റ്റേഷനുകളിലെയും പോലീസുകാരെ കൊല്ലത്ത് ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടുണ്ട്. നവകേരള സദസ്സിന്റെ അവസാന ഘട്ടം എല്ലാ അർത്ഥത്തിലും വിജയിക്കുന്നുവെന്ന് ഉറപ്പിക്കാനാണിത്. ഫലത്തിൽ ഇത് തിരുവനന്തപുരത്ത് പോലീസിന് ശക്തിക്ഷയമാകും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ SFI പ്രതിഷേധത്തിലാണ്. ഈ പ്രതിഷേധം അതിരുവിടുന്ന സമരമായാൽ പോലും നിയന്ത്രിക്കാൻ തിരുവനന്തപുരത്ത് പോലീസുകാരില്ലാത്ത അവസ്ഥയുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. പോലീസ് സ്റ്റേഷനുകളുടെ പ്രവർത്തനത്തെ പോലും ബാധിക്കുന്ന തരത്തിൽ പോലീസുകാരെ കൊണ്ടുപോയത് തിരുവനന്തപുരത്തെ പോലീസുകാർക്കിടയിൽ അമർഷമുണ്ടാക്കുന്നുണ്ട്. കരുനാഗപ്പള്ളി മണ്ഡലത്തിലാണ് ഇന്നത്തെ ആദ്യ നവകേരള സദസ്സ്. തുടർന്ന് ചവറയിലും കുണ്ടറയിലും സദസ്സ് നടക്കും. വൈകിട്ട് കൊല്ലം ജില്ലയിലെ പര്യടനം പൂർത്തിയാകും. പ്രതിഷേധങ്ങൾ കണക്കിലെടുത്ത് വൻ സുരക്ഷാ സന്നാഹമാണ് ജില്ലയിൽ ഒരുക്കിയിട്ടുള്ളത്. ഇതിനുവേണ്ടിയാണ് തിരുവനന്തപുരത്ത് നിന്ന് പോലീസുകാരെ നിയോഗിച്ചിരിക്കുന്നത്.